വരട്ടെ. ശരി, വളരെ നന്ദി. അത് രാംനാഥനല്ലേ? കണ്ണോത്ത് രാംനാഥൻ. അതെ. ശ്രീകുട്ടി, അമ്മയ്ക്ക് എന്ത് പറ്റി? ഇന്നലെ രാത്രി ചേച്ചി എവിടെയായിരുന്നു? അത് ഞാൻ പ്രോഗ്രാമിന്. എന്ത് പ്രോഗ്രാം? ചേച്ചി ഇന്നലെ പോയ പുറകെ നിങ്ങളുടെ ട്രൂപ്പിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നിരുന്നു. നാളെ വൈകുന്നേരം തൃശ്ശൂരിനടുത്തൊരു അമ്പലത്തില് ബാലയുണ്ടെന്ന് അറിയിക്കാൻ. ചേച്ചി പ്രോഗ്രാമിന് പോയല്ലോ എന്ന് പറഞ്ഞപ്പോ അയാൾ ചോദിക്കുക എന്ത് പ്രോഗ്രാം ആണെന്ന്. ഇന്നലെ പ്രോഗ്രാം ഒന്നും ബുക്ക് ചെയ്തിട്ടില്ലെന്ന് കേട്ടപ്പോ അമ്മ തല ഇറങ്ങി മുറ്റത്ത് വീണു. അയലത്തുകാരും അറിഞ്ഞു. അമ്മ പേടിക്കണ പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഉദയൻ എന്നെ ചതിച്ചതാ. നിന്നെ ആ ദുഷ്ടം വല്ലതും എന്റെ ഈശ്വര വല്ല വിഷം തന്നു മൂന്നും കൂടി പ്രാണം കളയേണ്ടി വരുമോ? ഇല്ലമ്മ, ഈശ്വരൻ എന്നെ രക്ഷിച്ചു. അങ്ങനെ വല്ലത് സംഭവിച്ചിരുന്നെങ്കിൽ ഈ മോളെ പിന്നെ അമ്മ ജീവനോടെ കാണില്ലായിരുന്നു. അഭിമാനിയായ അച്ഛന്റെ മോളാ ഞാൻ. മാനം നഷ്ടപ്പെട്ട് ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. പിന്നെ എങ്ങനെയാ ചേച്ചി ആ കാലമാടന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടത്? ഭഗവാൻ കൃഷ്ണനെ പോലെ ഒരാൾ എന്നെ രക്ഷിച്ചു. സാവിത്രിയമ്മേ, ഞങ്ങളങ്ങോട്ട് ഇറങ്ങാ. ഇനിയിപ്പോ ഞങ്ങൾ ആവശ്യമില്ലല്ലോ. കാണാതെ അയാൾ തിരിച്ചെത്തിയല്ലോ. ഞങ്ങള് നാട്ടുകാരെ വെറുതെ ഈ നാട് മുഴുവൻ ഓടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഏതായാലും പുതിയ തൊഴിലായല്ലോ. കണ്ണോത്ത് രാംനാഥന്റെ കാറിലല്ലേ വന്നത്? അയാൾ ആരാന്നേ ഞങ്ങൾക്കറിയാം. എന്തോ ആയിക്കോട്ടെ. മോളെ, ഓൻ അങ്ങനൊക്കെ പറയും. ഓനെ പേടിച്ച് ഞമ്മക്ക് പുറത്ത് ആവാൻ പറ്റുക? പോട്ടെ മോളെ, ഒന്നും നമ്മളായിട്ട് വരുത്തി വെച്ചതല്ലല്ലോ. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല എന്നല്ലേ പറയണത്? അല്ല, പഠിച്ചവന്റെ കൃപ കൊണ്ട് ഞമ്മക്ക് പേടങ്ങാറൊന്നും പറ്റിയിട്ടില്ലല്ലോ. അതന്നെ വലിയ നസീബ് എന്ന് കൂട്ടിക്കോളി. എന്തേ